ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം കഴിഞ്ഞ ദിവസം വിദ്യാരംഭമായിരുന്നു. അപ്പോൾ വിദ്യാരംഭം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ പ്ലസ് ടുവിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെട്ട പ്രോപ്പർട്ടീസ് പറഞ്ഞു, എന്നിട്ട് ഡിറ്റർമിനൻസിൻ്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞു. അതിനുശേഷം പ്രോപ്പർട്ടീസുമായി കണക്ട് ചെയ്യുന്ന ചില പ്രോബ്ലംസുകളാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രോബ്ലമാണ് നമ്മളിപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കുറിച്ചോളൂ. ഷോ that determinant minus a square ab ac first row first row, second row ba minus b square bc, third row ca cb minus c square is equal to 4a square b square c square. 4a square b square c square. ഇത് വിത്തൗട്ട് എക്സ്പാൻഡിങ് ഒന്നുമല്ല, എക്സ്പാൻഡ് ചെയ്യാം. പക്ഷേ ഡയറക്റ്റ് എക്സ്പാൻഡ് ചെയ്ത് കളയരുത്, നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതുക. ഷോ ദാറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ പ്രോബ്ലമാണ്. അപ്പോൾ ഇത് നിങ്ങൾ എഴുതിയതിന് ശേഷം ഇനി എക്കും ബിക്കും സിക്കും പകരം എക്സും വൈയും ഇസഡും കൊടുക്കാം. അപ്പോൾ അത് നിങ്ങൾക്ക് കുറച്ച് എക്സ്പീരിയൻസ് ആവും. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾ കുറിച്ചോളൂ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് ഡിറ്റർമിനന്റ് മൈനസ് എക്സ് സ്ക്വയർ എക്സ് വൈ എക്സ് സെഡ്, സെക്കൻഡ് റോ എക്സ് വൈ അല്ലെങ്കിൽ വൈ എക്സ് മൈനസ് വൈ സ്ക്വയർ വൈ സെഡ് ഇസഡ് എക്സ് ഇസഡ് വൈ minus z square equal to 4x square y square z square. ഇതാണ് ക്വസ്റ്റ്യൻ. ശരി, എല്ലാവരും നോക്കുക. ഷോ ചെയ്യാൻ പോവാണ്. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സെക്കൻഡ് നിങ്ങൾ ചെയ്യും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത് പോലെ തന്നെയാണ് സെക്കൻഡ്. അപ്പോൾ ഞാൻ ലെഫ്റ്റ് എടുത്തു. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നോക്കിയാണ്. ഫസ്റ്റ് റോയിൽ എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ പറഞ്ഞാൽ മൈനസ് 1 എ സ്ക്വയർ എന്നാണ്. എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു എ. അപ്പോൾ ഇവിടെ എ ഉണ്ട്, ഇവിടെ എ ഉണ്ട്, ഇവിടെ എ ഉണ്ട്. സെക്കൻഡ് റോയിലാണ് ബി ഉണ്ട്, തേർഡ് റോയിലുണ്ട് സി ഉണ്ട്. അപ്പോൾ എഴുതിക്കോളൂ. എൽ എച്ച് എസ് എന്ന് എഴുതി ഈ ഡിറ്റർമിനന്റ് വീണ്ടും എഴുതിയതിന് ശേഷം എൽ എച്ച് എസ് എന്ന് എഴുതി ഈ ഡിറ്റർമിനന്റ് എഴുതുക. എന്നിട്ട് തൊട്ട് താഴെ വീണ്ടും എഴുതുക. ടേക്കിംഗ് എ കോമ ബി കോമ സി ഫ്രം R1 എന്നാൽ ഫസ്റ്റ് റോ എന്ന് എ എടുത്തു. ഫ്രം R1, R2 and R3 നമ്മൾ എഴുതി കഴിഞ്ഞാൽ ടേക്കിംഗ് എ കോമ ബി കോമ സി ഫ്രം R1, R2 and R3 റെസ്പെക്റ്റീവ്ലി എന്ന് പറഞ്ഞാൽ R1 എന്ന് ഫസ്റ്റ് റോ എന്ന് എ എടുത്തു, സെക്കൻഡ് റോ എന്ന് ബി എടുത്തു, തേർഡ് റോ എന്ന് സി എടുത്തു. ശരി, എടുക്കുകയാണ്. നോക്കി എല്ലാവരും നോക്കിക്കോളൂ. ഓക്കെ, ശരി. അപ്പോൾ ഞാൻ എ എടുത്തു, ബി എടുത്തു, സി എടുത്തു. അപ്പോൾ എ ബി സി ഡിറ്റർമിനന്റ്. ഇനി ഇവിടെ മൈനസ്, ഇവിടെ ബി, ഇവിടെ സി, ഇവിടെ നിന്ന് ബി എടുത്തു. അപ്പം എ മൈനസ് ബി സി, ഇവിടെ നമ്മൾ സി എടുത്തു. അപ്പോൾ നമുക്ക് എന്ത് വരും? എ ബി മൈനസ് സി. കണ്ട, ഇത്രയും. ഫസ്റ്റ് റോയിൽ നിന്ന് എ എടുത്തു, സെക്കൻഡ് റോയിൽ നിന്ന് ബി എടുത്തു, തേർഡ് റോയിൽ നിന്ന് സി എടുത്തു. ബാലൻസ് ഇങ്ങനെ കിട്ടി. ഇനി വീണ്ടും ഒന്നുകൂടി നമ്മൾ ഒന്ന് ഒബ്സർവ് ചെയ്താൽ ഫസ്റ്റ് റോയിൽ എ ഉണ്ട്, ഫസ്റ്റ് കോളത്തിൽ എ ഉണ്ട്, സെക്കൻഡ് കോളത്തിൽ ബി ഉണ്ട്, തേർഡ് കോളത്തിൽ സി ഉണ്ട്. അപ്പോൾ ഇത്രയും എഴുതിയ ശേഷം വീണ്ടും അടുത്ത സ്റ്റെപ്പ് വീണ്ടും എഴുതുക. ടേക്കിംഗ് എ കോമ ബി കോമ സി ഫ്രം Z1 കണ്ട ഫസ്റ്റ് കോളം C1 C2 ആൻഡ് C3 റെസ്പെക്റ്റീവ്ലി. അപ്പോൾ എ ബി സി, അടുത്ത എ ബി സി ഡിറ്റർമിനന്റ് ഫസ്റ്റ് കോളത്തിൽ എ എടുത്തു. അപ്പോൾ -1 1 1. സെക്കൻഡ് കോളത്തിൽ ബി എടുത്തു. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രോപ്പർട്ടി പറഞ്ഞപ്പോൾ അതിനോടൊപ്പം പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു ഡിറ്റർമിനന്റ് ഏതെങ്കിലും റോയിലോ കോളത്തിലോ കോമൺ ആയിട്ടൊരു എലമെന്റ് ഉണ്ടെങ്കിൽ ആ എലമെന്റ് പുറത്തെടുക്കാം. അപ്പോൾ ഏതെങ്കിലും ഒരു റോയിലോ കോളത്തിലോ മതി. അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ ഫസ്റ്റ് റോയിൽ എ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഫസ്റ്റ് റോയിൽ നിന്നും എ എടുത്തു. സെക്കൻഡ് റോയിൽ ബി ഉണ്ടായിരുന്നു, അപ്പോൾ ബി കോമൺ എടുത്തു. തേർഡ് റോയിൽ സി ഉണ്ടായിരുന്നു, അപ്പോൾ സി എടുത്തു. അതുപോലെ ഇനി നോക്കുമ്പോൾ ഫസ്റ്റ് കോളത്തിൽ എ ഉണ്ട്, അപ്പോൾ എ എടുത്തു. സെക്കൻഡ് കോളത്തിൽ ബി ഉണ്ട്, അത് പുറത്തെടുത്തു. തേർഡ് കോളത്തിൽ സി ഉണ്ട്, അതും പുറത്തെടുത്തു. അപ്പോൾ -1 1 1.
അടുത്ത 1 മൈനസ് 1 1, അടുത്ത 1 1 മൈനസ് 1. ഇത്രയും ക്ലിയർ ആയിക്കാണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണമെങ്കിൽ എക്സ്പാൻഡ് ചെയ്യാം, പക്ഷേ അതിനൊക്കെ കുറച്ചുകൂടി നമ്മൾ ഇങ്ങനെ 1 1 അല്ലെങ്കിൽ -1 1 1 എന്നൊക്കെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഏതെങ്കിലും റോയിനെ കോളത്തിന് മാക്സിമം സീറോസ് ആക്കണം. ഇനിയിപ്പോൾ അടുത്ത പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ക്ലിയർ ആവും. അപ്പോൾ ഇങ്ങനെ ഇത്ര ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇപ്പോൾ കോമൺ എടുക്കേണ്ട കോമൺ എടുത്തു കഴിഞ്ഞു. പിന്നെ നമുക്ക് 1 1 ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും റോയിനെയോ ഒന്നെങ്കിൽ ഫസ്റ്റ് റോയിനെയോ അല്ലെങ്കിൽ ഫസ്റ്റ് കോളത്തിനെയോ ഒക്കെ നമ്മൾ മാക്സിമം സീറോസ് ആക്കണം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ തന്നെ ഫസ്റ്റ് റോയിലാണ് ഇത് രണ്ട് സീറോ ആക്കാം. ഇത് സീറോ ആക്കുക എന്ന് പറയുമ്പോൾ ഇതിൻ്റെ കൂടെ ഇത് കൂട്ടിയാൽ മതി. ഇങ്ങനെ ചെയ്യുമ്പോൾ കോളം വെച്ചും ഇങ്ങനെ ചെയ്യുമ്പോൾ റോ വെച്ചുമാണ്. അപ്പോൾ നമ്മൾ ഈ സെക്കൻഡ് കോളത്തിന് പകരം ഇതിനെ ഞാൻ സീറോ ആക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ സെക്കൻഡ് കോളത്തിന് പകരം ഞാൻ ഇതിൻ്റെ കൂടെ ഇത് കൂട്ടുന്നു. അപ്പോൾ C2 പകരം C2 കൂടെ C1 കൂട്ടുന്നു. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇത് കൂട്ടുമ്പോൾ ഇതിൻ്റെ കൂടെ ഇത് കൂട്ടും, ഇതിൻ്റെ കൂടെ ഇത് കൂട്ടും. അതുപോലെ ഇത് സീറോ ആക്കാൻ വേണ്ടി ഇതിൻ്റെ കൂടെ ഇത് കൂട്ടി. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇത് കൂട്ടുമ്പോൾ ഇതിൻ്റെ കൂടെ ഇത് കൂട്ടും, ഇതിൻ്റെ കൂടെ ഇത് കൂട്ടും. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യാൻ പറ്റുള്ളൂ. ABC into ABC means A square B square C square. ഇവിടെ നമ്മൾ ഇതിൻ്റെ തൊട്ട് താഴെ നമ്മൾ എഴുതുന്നു C2 implies C2 plus C1 and C3. ഇത് C3 implies C3 plus C1. ഈ ഓപ്പറേഷനാണ് നമ്മളിവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ ഓപ്പറേഷൻ ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കിട്ടുന്ന സാധനമാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. അപ്പം A square B square C square ഡിറ്റർമിനൻ്റ് C2 മാത്രമേ ചേഞ്ച് ഉള്ളൂ, C3 മാത്രമേ ചേഞ്ച് ഉള്ളൂ. അപ്പോൾ C1 ചേഞ്ച് ഇല്ല. -1 1 1 കണ്ട C1 അതുപോലെ എഴുതി. ഇനി C2 പകരം സെക്കൻഡ് കോളത്തിന് പകരം ഈ കോളത്തിന് പകരം കണ്ട ഈ കോളത്തിന് പകരം ഈ കോളത്തിൻ്റെ കൂടെ C1 കൂട്ടി, ഈ കോളം കൂട്ടി. ഈ സെക്കൻഡ് കോളത്തിന് പകരം സെക്കൻഡ് കോളത്തിനോട് ഫസ്റ്റ് കോളം കൂട്ടി. കണ്ട അപ്പം ഞാൻ ഈ 1 -1 കൂട്ടുമ്പോൾ 0, -1 1 കൂട്ടുമ്പോൾ 0, 1 1 കൂട്ടുമ്പോൾ 2. അതുപോലെ ഇനി തേർഡ് കോളത്തിന് പകരം തേർഡ് കോളത്തിനോട് ഫസ്റ്റ് കോളം കൂട്ടി. ഇതിൻ്റെ കൂടെ ഇത് കൂട്ടുമ്പോൾ 0, ഇതിൻ്റെ കൂടെ ഇത് കൂട്ടുമ്പോൾ 2, ഇതിൻ്റെ കൂടെ ഇത് കൂട്ടുമ്പോൾ 0. ക്ലിയർ ആയോ? നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു ഏതെങ്കിലും റോയിലോ കോളത്തിലോ മാക്സിമം സീറോസ് ഉണ്ടെങ്കിൽ ആ റോ അല്ലെങ്കിൽ ആ കോളം വെച്ച് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ കാൽക്കുലേഷൻ ഈസി ആവുമെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ ചെയ്യുന്നു. വീണ്ടും ഇനി വേറെ ഒന്നും ചെയ്യാനില്ല. ഇങ്ങനെ മാക്സിമം സീറോ ആക്കി കഴിഞ്ഞാൽ നോക്കിയാണ് ഫസ്റ്റ് റോയിൽ കണ്ട മാക്സിമം സീറോസ് ആയി. അപ്പോൾ ഫസ്റ്റ് റോ വെച്ച് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. ഫസ്റ്റ് റോ വെച്ച് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചതാണ്. ആദ്യം പോസിറ്റീവ്, പിന്നെ നെഗറ്റീവ്, പിന്നെ പോസിറ്റീവ്. ഫസ്റ്റും തേർഡും വെച്ച് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ റോ ആയാലും കോളമായാലും ഫസ്റ്റ് റോയോ തേർഡ് റോയോ ഫസ്റ്റ് കോളമോ തേർഡ് കോളമോ വെച്ച് എക്സ്പാൻഡ് ചെയ്താൽ ആദ്യ ടൈം പോസിറ്റീവ്, പിന്നെ നെഗറ്റീവ്, പിന്നെ പോസിറ്റീവ്. അത് നമ്മുടെ ജനറൽ. ഇനി സെക്കൻഡ് റോയോ കോളം ആയിക്കോട്ടെ, സെക്കൻഡ് റോയോ കോളം വെച്ച് എക്സ്പാൻഡ് ചെയ്താൽ നെഗറ്റീവ്, പോസിറ്റീവ്, നെഗറ്റീവ്. അപ്പോൾ നമുക്ക് ഇവിടെ ഫസ്റ്റ് വെച്ച് എക്സ്പാൻഡ് ചെയ്യണം. അപ്പം A square B square C square, A square B square C square, A square B square C square ഇൻറ്റു ആദ്യ ടൈം പോസിറ്റീവ് ആണ്, പക്ഷേ ഇവിടെ -1 ആയതുകൊണ്ട് ആ പോസിറ്റീവ് ഇൻറ്റു -1 തന്നെ. ഇനി അത് ലൈസ് ചെയ്യുന്ന ഇത് ലൈസ് ചെയ്യുന്ന ഈ റോയും ഈ കോളവും പോയി. ബാക്കി 0 2 2 0. ആക്ച്വലി A square B square C square ഇൻറ്റു അടുത്ത ഇത് എഴുതിയിട്ട് അടുത്ത ടേം എഴുതണം. പക്ഷേ 2 0 ആയതുകൊണ്ട് അടുത്ത 2 ടേംസ് എഴുതേണ്ട ആവശ്യമില്ല. ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ നമുക്ക് പറയാൻ വീണ്ടും A square B square C square ഇൻറ്റു -1 ഇൻറ്റു 0 -4. കണ്ട നമുക്കറിയാം ഓർഡർ 2 ആണെങ്കിൽ നമുക്ക് ആ ഡിറ്റർമിനൻ്റ് എക്സ്പാൻഡ് നമുക്കറിയാം ഇങ്ങനെ -. അപ്പോൾ ഇത് 0 -4 എന്നുള്ളത് -4 വരും. അപ്പോൾ A square B square C square ഇൻറ്റു -1 ഇൻറ്റു -4. ഈ മൈനസും പ്ലസ് ആയി. ഇപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4A square B square C square. ഉത്തരം ആയിരിക്കും. മനസ്സിലായോ? വേറെ ഒന്നുമില്ല. ആ ട്രിക്ക് ഒന്ന് ഓർത്ത് വയ്ക്കുക. ആദ്യം ഫസ്റ്റ് റോയിൽ നമ്മൾ A എടുത്തു, സെക്കൻഡ് റോയിൽ B എടുത്തു, തേർഡ് റോയിൽ C എടുത്തു. വീണ്ടും നമ്മൾ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ ഫസ്റ്റ് കോളത്തിൽ A ഉണ്ട്, സെക്കൻഡ് കോളത്തിൽ B ഉണ്ട്, തേർഡ് കോളത്തിൽ C ഉണ്ട്. അപ്പോൾ അതും എടുത്തു. പിന്നീട് നോക്കുമ്പോൾ -1 1 1 അങ്ങനെ ആ രീതി വന്നു. 1 -1 1 1 1 -1. ഇനി നമ്മൾ ചെയ്ത് ഫസ്റ്റ് റോയിൽ മാക്സിമം 0 ആക്കി. അപ്പോൾ റോയിനെ 0 ആക്കാൻ ശ്രമിക്കുമ്പോൾ ഓപ്പറേഷൻ കോളം വെച്ചാണ്. അപ്പോൾ കോളത്തിന് 0 ആക്കാൻ ശ്രമിക്കുമ്പോൾ ഓപ്പറേഷൻ റോ വെച്ചാണ്. അതാണ് എൻ്റെ പ്രത്യേകത. അപ്പോൾ ഞാൻ C2 പകരം C2 C1 കൂട്ടി, C3 പകരം C3 C1 കൂട്ടി. അങ്ങനെ കൂട്ടി ശേഷം ഫസ്റ്റ് വെച്ച് എക്സ്പാൻഡ് ചെയ്തപ്പോൾ ആൻസർ ആയി. ഓക്കെ, ശരി. ഇതേ സ്റ്റൈലിൽ മറ്റൊരു പ്രോബ്ലം, ഒരു പ്രോബ്ലം കഴിഞ്ഞു. ഇതേ സ്റ്റൈലിലാണ് നമ്മൾ രണ്ടാമത്തെ പ്രോബ്ലം പറഞ്ഞത്. അത് ഇതുപോലെ ചെയ്തോളൂ കേട്ടോ. ശരി. അടുത്ത ചോദ്യം ഡിറ്റർമിനന്റ് സിംബൽ ഷോ ദാറ്റ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. ഷോ ദാറ്റ്
ഡിറ്റർമിനന്റ് സിമ്പിൾ. സിമ്പിൾ 1 1 1 a b c a square b square c square equal to a minus b into b minus c into c minus a. ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതുപോലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഡിറ്റർമിനന്റ് ഈ ഫസ്റ്റ് റോ പിടിച്ച് ഫസ്റ്റ് കോളം ആകുന്നു, സെക്കൻഡ് റോ സെക്കൻഡ് കോളം ആകുന്നു, സെക്കൻഡ് റോ സെക്കൻഡ് കോളം ആകുന്നു, തേർഡ് റോ തേർഡ് കോളം ആകുന്നു. ഇങ്ങനെ ഞാൻ ഇൻ്റർചേഞ്ച് ചെയ്തു. അപ്പോൾ മൊത്തത്തിൽ ഞാൻ ഇൻ്റർചേഞ്ച് ചെയ്തു. അപ്പോൾ ആൻസർ എന്തായിരിക്കും എന്ന് വെച്ചാൽ ആൻസർ എന്ന് വെച്ചാൽ വല്ല ഐഡിയ ഉണ്ടോ? ഞാനിങ്ങനെ എന്തായത് ഞാനത് മൊത്തത്തിൽ ഇൻ്റർചേഞ്ച് ചെയ്തു. അപ്പോഴും ആൻസർ ഇത് തന്നെയാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ a minus b into b minus c into c minus a. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഒന്ന് കുറിച്ചോളൂ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മൾ പ്രോപ്പർട്ടിയിൽ ഫസ്റ്റ് പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്. ദ വാല്യൂ ഓഫ് ദ ഡിറ്റർമിനന്റ് റിമെയിൻസ് അൺചേഞ്ച്ഡ് ഇഫ് ഇറ്റ്സ് റോസ് ആൻഡ് കോളംസ് ആർ ഇന്റർചേഞ്ച്ഡ്. ഒരു ഡിറ്റർമിനന്റ് റോസും കോളംസും ഇന്റർചേഞ്ച് ചെയ്താലും വാല്യൂ ചേഞ്ച് ആവുന്നില്ല. ദ വാല്യൂ ഓഫ് ദ ഡിറ്റർമിനന്റ് റിമെയിൻസ് അൺചേഞ്ച്ഡ് ഇഫ് ഇറ്റ്സ് റോസ് ആൻഡ് കോളംസ് ആർ ഇന്റർചേഞ്ച്ഡ്. ഒരു ഡിറ്റർമിനന്റ് റോസും കോളംസും ഇന്റർചേഞ്ച് ചെയ്താലും വാല്യൂ എന്താവുന്നില്ല, ചേഞ്ച് ആവുന്നില്ല. അവിടെ നമ്മൾ നോട്ടായിട്ട് കുറിച്ച് വെച്ചിട്ടുണ്ട്. ഡിറ്റർമിനന്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് എ ഡാഷ്. ഡിറ്റർമിനന്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് എ ഡാഷ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്താണോ അത് തന്നെയായിരിക്കും അത് ഇന്റർചേഞ്ച് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതേ ഉത്തരം വന്നത്. സംശയമുള്ളൊരു സൈഡിൽ ഈ റിസൾട്ട് ഒന്ന് കുറിച്ചിട്ട് വേണം. ഡിറ്റർമിനന്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് എ ഡാഷ്. ഇനി ഈ ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾക്ക് ഇത് രണ്ടും ഞാൻ ചെയ്യാം. ഇത് വേണമെങ്കിൽ ഞാൻ ചെയ്യാം, ഇത് നിങ്ങൾ ചെയ്യാം. ഇത് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇവിടെ. ഇനി ഇത് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ വേരിയബിൾ ഒന്ന് മാറ്റിയിട്ട് പിടിക്കാം. അപ്പോൾ എങ്ങനെ വരുമെന്ന് വെച്ചാൽ ഷോ ദാറ്റ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ 1 1 1 x y z x square y square z square equal to x minus y into y minus z into z minus x. അപ്പോൾ ഇത് നമ്മൾ ചെയ്യും. ഇത് ചെയ്ത് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് എക്സ്പീരിയൻസിന് വേണ്ടി ക്വസ്റ്റ്യൻ. അടുത്ത ഇത് നിങ്ങൾക്ക് എഴുതാം. അടുത്ത നിങ്ങൾ എഴുതിക്കണം ഷോ ദാറ്റ് ഡിറ്റർമിനന്റ് 1 1 1 x y z x square y square z square. ഇവിടെ എഴുതിക്കൊണ്ടേ ഡിറ്റർമിനന്റ് 1 1 1 x y z x square y square z square is equal to x minus y into y minus z into z minus x. എങ്ങനെ x minus y into y minus z into z minus x. ഓക്കെ, ആദ്യ പ്രോബ്ലം ഞാൻ ചെയ്യാൻ പോകണം. ശ്രദ്ധിച്ചിരിക്കണം. ആദ്യ പ്രോബ്ലം ചെയ്യാൻ പോകണം. അപ്പോൾ മൊത്തം 4 ക്വസ്റ്റ്യൻസ് ആയി. അപ്പോൾ 2 എണ്ണം ചെയ്യും, അടുത്തത് 2 എണ്ണം നിങ്ങൾ ചെയ്യും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാണ്. നമ്മൾ LHS എടുത്തു, പ്രൂഫ് LHS എടുത്തു. ഇവിടെ നമുക്ക് റോയിലോ കോളത്തിലോ കോമൺ ആയിട്ട് എടുക്കാനൊന്നുമില്ല. കോമൺ ആയിട്ട് എടുക്കാനുണ്ടെങ്കിൽ മാത്രം കോമൺ എടുത്താൽ മതി. അപ്പോൾ അവിടെ നമ്മൾ നോക്കുമ്പോൾ തന്നെ നമ്മുടെ ഫസ്റ്റ് കോളത്തിൽ മാക്സിമം 1കളാണ് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞൊരു ഐഡിയ ഉണ്ട്. ഇങ്ങനെ 1 1 വന്നാൽ മാക്സിമം 0 ആക്കാൻ ശ്രമിക്കണം. അപ്പോൾ 1 1 വന്നപ്പോൾ ഫസ്റ്റ് കോളത്തിലാണ് 1 കിടക്കുന്നത് കേട്ടോ. കോളത്തിൽ 1 1 വന്നാൽ 0 ആക്കാൻ ശ്രമിച്ചാൽ ഇതിൽ നിന്ന് ഇത് കുറച്ചാൽ മതി. ഇതിൽ നിന്ന് കുറയ്ക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ റോ വെച്ചാണ് കേട്ടോ. നേരത്തെ റോയിൽ കിടന്നപ്പോൾ നമ്മൾ കോളം വെച്ചാണ് ഇത്. അതാണ് ഞാൻ ഓപ്പറേഷൻ്റെ കാര്യം പറഞ്ഞത്. റോയിലെ എലമെൻറ്റുകളെ 0 ആക്കാൻ ശ്രമിക്കുമ്പോൾ കോളം ഓപ്പറേഷനും കോളത്തിൽ കിടക്കുന്നതിന് 0 ആക്കാൻ ശ്രമിക്കുമ്പോൾ റോ ഓപ്പറേഷനാണ്. അപ്പോൾ എന്താണ് ഇതിനെ 0 ആക്കുക എന്ന് പറയുമ്പോൾ ഇതിൽ നിന്ന് ഇത് കുറച്ചു. അപ്പോൾ ഇതിൽ നിന്ന് കുറയ്ക്കുമ്പോൾ സെക്കൻഡ് റോയിൽ നിന്ന് ഫസ്റ്റ് റോ കുറച്ചു. അപ്പോൾ ഇതിൽ നിന്ന് കുറയ്ക്കും, ഇതിൽ നിന്ന് കുറയ്ക്കും. ഇനി ഇതിനെ 0 ആക്കാൻ ശ്രമിക്കും, ഇതിൽ നമുക്ക് ഇത് കുറയ്ക്കും. ഇത് കുറയ്ക്കണം, ഇത് കുറച്ചാലും കുഴപ്പമില്ല. പക്ഷേ ഇതിനേക്കാൾ നല്ല ഇതിൽ കുറയ്ക്കാം. ഇതിൽ നിന്ന് കുറയ്ക്കും, ഇതിൽ നിന്ന് കുറയ്ക്കും, ഇതിൽ നിന്ന് കുറയ്ക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ റോ വെച്ചും ഇങ്ങനെ ചെയ്യുമ്പോൾ കോളം വെച്ചും ആണ്. ആ ഐഡിയ മനസ്സിൽ വേണം. അപ്പോൾ ഓർക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, റോയിലെ 1കളെയാണ് 0 ആക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ കോളം ഓപ്പറേഷനും കോളത്തിലെ 1കളെ 0 ആക്കാൻ ശ്രമിക്കുമ്പോൾ റോ ഓപ്പറേഷനും. അപ്പോൾ ഞാൻ ഈ 1 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് കോളത്തിലെ രണ്ടാമത്തെ എലമെൻ്റാണ്. പക്ഷേ അത് മാത്രം എടുക്കുമ്പോൾ അത് സെക്കൻഡ് റോ ആണ്. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് കുറയ്ക്കുന്നത് അല്ലേ. ഇങ്ങനെ കുറയ്ക്കുമ്പോൾ റോ വെച്ചാണ്. അപ്പോൾ ഞാൻ എഴുതുന്നു R2 ഇംപ്ലൈസ് R2 മൈനസ് R1 ആൻഡ് R3 ഇംപ്ലൈസ് R3 മൈനസ് R1. ഇതാണ് ഓപ്പറേഷൻ. ഈ ഓപ്പറേഷനാണ് നമ്മളിപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധാപൂർവ്വം നോക്കിയിരിക്കുക. അപ്പോൾ ഡിറ്റർമിനന്റ്
R2നും R3ക്ക് മാത്രമേ ചേഞ്ച് ഉള്ളൂ. അപ്പോൾ R1ന് ചേഞ്ച് ഇല്ല. അപ്പോൾ 1a² ഉണ്ടാവും നിങ്ങൾ. ഇനി R2ൽ നിന്നും R1 കുറയ്ക്കുന്നു, അപ്പോൾ 0. ഇതിൽ നിന്നും ഇത് കുറയ്ക്കുന്നു, b - a. ഇതിൽ നിന്നും ഇത് കുറയ്ക്കുന്നു, അപ്പോൾ b² - a². ഇനി R3 ആണ്, ഇതിൽ നിന്ന് കുറയ്ക്കുന്നു, അപ്പോൾ 0. ഇതിൽ നിന്ന് കുറയ്ക്കുമ്പോൾ c - a. ഇതിൽ നിന്ന് കുറയ്ക്കുമ്പോൾ c² - a². മനസ്സിലായല്ലോ? വീണ്ടും സമം നോക്കിക്കൊള്ളേ കുഞ്ഞുങ്ങളെ. വീണ്ടും സമം ഡിറ്റർമിനന്റ് 1 0 0. ഫസ്റ്റ് കോളം ഞാൻ അതുപോലെ a b - a c - a അതും അതുപോലെ എഴുതി. അടുത്ത തേർഡ് കോളം a² b² - a² കണ്ട. b² - a² എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് b - a × b + a. അപ്പോൾ ഞാൻ എഴുതുന്നു b - a × b + a കണ്ട. ഇനി ഇവിടെ ഫാക്ടറൈസ് ചെയ്യാം സെയിം സ്റ്റൈലിൽ c - a × c + a. സംഗതി ഒന്നുമില്ല, നമ്മൾ നോക്കിയപ്പോൾ തന്നെ മനസ്സിലായി. ഫസ്റ്റ് കോളത്തിൽ ഇങ്ങനെ 1 1 വന്നു. അപ്പോൾ 1 1 വന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനെ മാക്സിമം 0 ആക്കാൻ ശ്രമിക്കുക. അപ്പോൾ കോളത്തിലെ എലമെൻറ്റുകൾ 0 ആക്കാൻ ശ്രമിക്കുമ്പോൾ റോ ഓപ്പറേഷനും കണ്ട. ഇനി റോയിൽ ആണ് നമ്മൾ 0 ആക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ കോളം ഓപ്പറേഷനാണ്. ആ ഒരു ഐഡിയ മനസ്സിൽ വേണം. അപ്പോൾ ഞാൻ ഈ R2ന് പകരം R2ൽ നിന്ന് R1 കുറച്ചു. അപ്പോൾ R2 ഇതാണ്, അപ്പോൾ ഇതാണ് R1. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ഇതാണ്, ഇതിന് കറസ്പോണ്ടിങ് ഇതാണ്, ഇതിന് കറസ്പോണ്ടിങ് ഇതാണ്. അപ്പോൾ ഫസ്റ്റ് റോ ഞാൻ അതുപോലെ എഴുതിയതിന് ശേഷം സെക്കൻഡ് റോയ്ക്ക് പകരം 1ൽ നിന്ന് 1 കുറച്ചു 0, ബിയിൽ നിന്ന് a കുറച്ച് b - a, b² നിന്ന് a² കുറച്ച് b² - a². സെയിം സ്റ്റൈലിൽ ഞാൻ R3ക്ക് പകരം മൂന്നാമത്തെ റോയ്ക്ക് പകരം മൂന്നാമത്തെ റോയിൽ നിന്നും ഞാൻ ഒന്നാമത്തെ റോ കുറച്ചു. അപ്പോൾ 1ൽ നിന്ന് 1 കുറച്ചപ്പോൾ 0 കണ്ട. c നിന്ന് a കുറയ്ക്കുമ്പോൾ c - a, c² - a². ഇത്രയും ആയതിനു ശേഷം പിന്നീട് നമ്മൾ അതിനകത്ത് b² - a² കിടക്കുന്നിടത്ത് b - a × b + a എന്നും c² - a² കിടക്കുന്നിടത്ത് c - a × c + a എന്നും എഴുതി. ഇത്ര എഴുതാർക്കും ഡൗട്ടില്ലാന്ന് വിശ്വസിക്കുന്നു. ഇനി ഒന്ന് സൂക്ഷിച്ച് നോക്കുന്നതാണ് സെക്കൻഡ് റോ ഉണ്ടാവുന്നില്ല. സെക്കൻഡ് റോയിലാണ്ട് ഇവിടെ b - a ഉണ്ട്, ഇവിടെ b - a ഉണ്ട്, ഇവിടെ 0 ആണ്. 0ക്കകത്ത് എന്തുണ്ട്? b - a. 0 × b - a 0. അപ്പോൾ സെക്കൻഡ് റോയിൽ b - a ഉണ്ട്. തേർഡ് റോയിൽ നോക്കിയാൽ c - a, c - a. അപ്പോൾ തേർഡ് റോയിൽ c - a. അപ്പോൾ നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞ ഏതെങ്കിലും റോയിലോ കോളത്തിലോ കോമൺ ആയിട്ട് എലമെന്റ് ഉണ്ടെങ്കിൽ എലമെന്റ് പുറത്തെടുക്കാൻ നമ്മൾ പഠിച്ചല്ലോ. അപ്പോൾ നമുക്ക് സെക്കൻഡ് റോയിൽ നിന്ന് b - a തേർഡ് റോയിൽ നിന്ന് c - a നമുക്ക് പുറത്തെടുക്കാം. അപ്പോൾ ഇത്രയും എഴുതി കഴിഞ്ഞ ശേഷം നിങ്ങൾ എഴുതുക ടേക്കിംഗ് b - a and c - a. Taking b - a and c - a from b - a എടുക്കുന്ന R2 എന്നാണ്. From R2 and R3 respectively. R2 and R3 respectively. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ നോക്കിക്കോളൂ. ഞാൻ എന്താ സെക്കൻഡ് റോയിൽ നിന്ന് b - a എടുത്തു. അപ്പോൾ സെക്കൻഡ് റോയിൽ നിന്ന് b - a എടുക്കുമ്പോൾ b - a സെക്കൻഡ് റോയിൽ നിന്ന് എടുത്തു. തേർഡ് റോയിൽ നിന്ന് c - a എടുത്തു. പിന്നെ ഡിറ്റർമിനന്റ് കണ്ട. ഫസ്റ്റ് റോയ്ക്ക് യാതൊരു ചേഞ്ചുമില്ല, 1a². സെക്കൻഡ് റോയിൽ നമ്മൾ b - a എടുത്തപ്പോൾ 0, b - a എടുത്തപ്പോൾ 1, ഇനി b + a. തേർഡ് റോയിൽ ഞാൻ c - a എടുത്തപ്പോൾ 0, 1, c + a. ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി വീണ്ടും ഇനി വേറെ ഒന്നും ചെയ്യാനൊന്നുമില്ല. ഫസ്റ്റ് കോളത്തിൽ മാക്സിമം 0 ഒന്നുമില്ല. അപ്പോൾ ചോദിക്കും ഇവിടെ 0 ഒന്നുമില്ല എപ്പോഴും ചെയ്ത്. പക്ഷേ അപ്പോൾ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കോമൺ എടുക്കാനുള്ള ഫാക്ടറൈസ് ചെയ്യാനൊക്കെ ഉള്ള ഫാക്ടറൈസ് ചെയ്ത് കോമൺ എടുക്കാനൊക്കെ ഉള്ള കോമൺ എടുത്തതിന് ശേഷം നമ്മൾ എക്സ്പാൻഡ് ചെയ്താൽ മതി. അപ്പോൾ ഫസ്റ്റ് കോളത്തിൽ മാക്സിമം 0s ഉണ്ട്. ഫസ്റ്റ് കോളം വെച്ച് എക്സ്പാൻഡ് ചെയ്യാം. ഫസ്റ്റും തേർഡും വെച്ച് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ റോ ആയാലും കോളം ആയാലും എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ആദ്യം പോസിറ്റീവ്, പിന്നെ നെഗറ്റീവ്, പിന്നെ പോസിറ്റീവ്. അപ്പോൾ നമുക്ക് എഴുതാം b - a × c - a × 1 ഉണ്ടോ ഈ എലമെൻറ്റ്. അപ്പോൾ ഈ എലമെൻറ്റ് ലൈസ് ഈ റോയിൽ ഈ കോളം പോയി ബാലൻസ് ഡിറ്റർമിനന്റ് 1 b + a 1 c + a. ഇനി വേറെ ഒന്നും ചെയ്യാനില്ല. നോക്കുക കണ്ട, വേറെ ഒന്നും ചെയ്യാനില്ല. ഇനി നമുക്ക് ആ ഓർഡർ 2 ആണ്. ഓർഡർ 2 വെച്ച് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. ഓർഡർ 2 വെച്ച് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് വരും? b - a c - a ഇങ്ങനെ. അപ്പോൾ ചോദിക്കും ഇത് എലമെന്റ് എടുത്തോളൂ. നമ്മൾ ഫസ്റ്റ് കോളം വെച്ച് എക്സ്പാൻഡ് ചെയ്യും. അപ്പോൾ സംശയമുള്ള സൈഡിൽ കുറിച്ചോണം. എക്സ്പാൻഷൻ ചെയ്യണം ഫസ്റ്റ് കോളം വെച്ച് എക്സ്പാൻഡ് ചെയ്യുന്നു. എക്സ്പാൻഷൻ ചെയ്യണം ഫസ്റ്റ് കോളത്തിൽ ആദ്യ എലമെന്റ് മാത്രം എടുത്താൽ മതി. കാര്യം ബാക്കി രണ്ടെണ്ണം 0 ആയിട്ട് എഴുതേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ ഞാൻ എഴുതി ഇങ്ങനെ മൈനസ്. അപ്പോൾ c + a മൈനസ് b + a. അവിടെ രണ്ട് ടേമുകളോട് സ്മോൾ ബ്രാക്കറ്റ് നെഗറ്റീവ് ആണ്, സ്മോൾ ബ്രാക്കറ്റ് കൊടുത്തു. ഇനി വീണ്ടും b - a c - a c + a minus b minus a. പ്ലസ് എയും മൈനസ് എയും ക്യാൻസൽ കണ്ട. ഇനി b - a c - a
ഇവിടെ സി മൈനസ് ബി. ഇത്രയും സംശയമില്ലാന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇവിടെ ബാലൻസ് നോക്കിക്കോളൂ. നമുക്ക് വേണ്ടത് ആൻസറിൽ എ മൈനസ് ബി ആണ്, കിടക്കുന്ന ബി മൈനസ് എ ആണ്. ഇവിടെ തിരിച്ചെഴുതണം. നമുക്കറിയാം ബി മൈനസ് എനെ തിരിച്ചെഴുതാം മൈനസ് ഓഫ് എ മൈനസ് ബി. ഇനി നമുക്ക് അടുത്ത സി മൈനസ് എ നമുക്ക് വേണം, സി മൈനസ് ബി വേണ്ട, പകരം ബി മൈനസ് സി ആണ്. അപ്പോൾ അത് തിരിച്ചെഴുതുമ്പം മൈനസ് ഓഫ് ബി മൈനസ് സി, അടുത്ത സി മൈനസ് എ എന്ന് വരും. ഉത്തരം മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആവും. അപ്പോൾ എ മൈനസ് ബി ഇൻറ്റു ബി മൈനസ് സി ഇൻറ്റു സി മൈനസ് എ. സംഗതിയൊന്നുമില്ല. ബി മൈനസ് എനെ തിരിച്ചെഴുതുമ്പോൾ മൈനസ് ഓഫ് എ മൈനസ് ബി. സി മൈനസ് എ നമ്മുടെ ഉത്തരത്തിലുണ്ട്, അപ്പോൾ അത് ചേഞ്ച് ചെയ്യേണ്ട. സി മൈനസ് ബി അല്ല ഉത്തരത്തിൽ കിടക്കുന്നത് ബി മൈനസ് സി ആണ്. അപ്പോൾ അതും തിരിച്ചെഴുതുമ്പോൾ മൈനസ് ഓഫ് ബി മൈനസ് സി. ബി മൈനസ് ഇതെല്ലാം ഇൻറ്റു ആയതുകൊണ്ട് ബി മൈനസ് മൈനസ് പ്ലസ് ആയി. അപ്പോൾ എ മൈനസ് ബി, ബി മൈനസ് സി, സി മൈനസ് എ. ഓക്കെ, ഇത് പോലെ നിങ്ങൾക്ക് രണ്ടാമത്തെ പ്രോബ്ലം നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ ചെയ്യുന്നില്ല, രണ്ടാമത്തെ പ്രോബ്ലം ചെയ്യാം. അപ്പോൾ ഈ ഒന്നാമത്തെ പ്രോബ്ലത്തിൽ നമ്മൾ റോ വെച്ചല്ലേ നമ്മൾ ഓപ്പറേറ്റ് ചെയ്തു. രണ്ടാമത്തെ പ്രോബ്ലം ആകുമ്പോൾ കോളം വെച്ച്, കാര്യം റോയിലാണ് 1 1 കിടക്കുന്നത്. അപ്പോൾ റോയിൽ മാക്സിമം സീറോ ആക്കാൻ ശ്രമിക്കുമ്പോൾ കോളം വെച്ച്. അപ്പോൾ നമ്മൾ എഴുതേണ്ടത് അതിൻ്റെ ഹിൻഡ് മാത്രം ഒന്ന് കുറിച്ചിടുക രണ്ടാമത്തെ പ്രോബ്ലത്തിന് വേണ്ടി. C2 ഇംപ്ലൈസ്, രണ്ടാമത്തെ പ്രോബ്ലം എങ്ങനെയാണ് വരുന്നത്? രണ്ടാമത്തെ പ്രോബ്ലം 1 1 1 A B C A സ്ക്വയർ B സ്ക്വയർ C സ്ക്വയർ, ഇങ്ങനെയാണ് രണ്ടാമത്തെ പ്രോബ്ലം വരുന്നത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് റോയിലാണ് 1 1, അപ്പോൾ അതിനെ മാക്സിമം സീറോ ആക്കാൻ വേണ്ടി നമുക്ക് കുറിച്ചോളൂ. C2 ഇംപ്ലൈസ് C2 മൈനസ് C1 ആൻഡ് C3 ഇംപ്ലൈസ് C3 മൈനസ് C1. അപ്പോഴും എന്ത് വരും? ഇത് സീറോ വരും. ഇവിടെ ബി മൈനസ് എ വരും, ഇവിടെ ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ. അപ്പോൾ ഇവിടെ ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്ന് വരും, ബി മൈനസ് എ ഇൻറ്റു ബി പ്ലസ്. ഇവിടെ സീറോ വരും, ഇവിടെ സി മൈനസ് എ എന്ന് വരും, ഇവിടെ സി സ്ക്വയർ മൈനസ് എ സ്ക്വയർ. അതിനെയും സി മൈനസ് എ ഇൻറ്റു സി പ്ലസ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ സെക്കൻഡ് കോളത്തിൽ നിന്ന് ഒരു ബി മൈനസ് എയും തേർഡ് കോളത്തിൽ നിന്ന് സി മൈനസ് എയും പുറത്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് റോ വെച്ച് എക്സ്പാൻഡ് ചെയ്യാം. ഇതുപോലെ തന്നെ തിരിച്ചാൽ വരുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്ത് ഓടണം ആ പ്രോബ്ലം. ഓക്കെ, ക്ലിയർ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. ശരി, അടുത്തൊരു പ്രോബ്ലത്തിൽ നമ്മൾ അപ്പോൾ അത് രണ്ടും ചെയ്തതിന് ശേഷം 3 4 നിങ്ങൾ ചെയ്യണം. അപ്പോൾ നല്ല കണ്ടന്റ് നല്ല തറവാവും, ഒപ്പം ഈ പ്രോബ്ലം നല്ല പരിചയമാവുകയും ചെയ്യും. അടുത്ത പ്രോബ്ലം കുറച്ചോളൂ. അടുത്ത പ്രോബ്ലം ഡിറ്റർമിൻ്റെ ഫസ്റ്റ് റോയിൽ 1 1 1, ഫസ്റ്റ് റോ ആണ് 1 1 1. ഫസ്റ്റ് റോ 1 1 1, ഫസ്റ്റ് റോ 1 1 1. അടുത്ത എ ബി സി, അടുത്ത എ ക്യൂബ് ബി ക്യൂബ് സി ക്യൂബ് സമം എ മൈനസ് ബി ഇൻറ്റു ബി മൈനസ് സി ഇൻറ്റു സി മൈനസ് എ ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് സി. നേരത്തെ സ്ക്വയർ ആയിരുന്നു, എ സ്ക്വയർ ബി സ്ക്വയർ സി സ്ക്വയർ ആയിരുന്നു. ഇപ്പോൾ എ ക്യൂബ് ബി ക്യൂബ് സി ക്യൂബ് ആണ്. ഇതുപോലെ മറ്റൊരു പ്രോബ്ലം ഇഷോ ദാറ്റ് ഇതിനെ തിരിച്ചെഴുതി. ഈ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളമായി, സെക്കൻഡ് റോ സെക്കൻഡ് കോളമായി, തേർഡ് റോ തേർഡ് കോളമായി. അപ്പോൾ മൊത്തത്തിൽ ഇൻ്റർചേഞ്ച് ചെയ്തു. അപ്പോൾ ആൻസർ ചേഞ്ച് ആവോ? ആവില്ല. അപ്പോഴും ആൻസർ ഇത് തന്നെ, എ മൈനസ് ബി ഇൻറ്റു ബി മൈനസ് സി ഇൻറ്റു സി മൈനസ് എ ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് സി. ഐഡിയ മനസ്സിലായാലേ? ഡിറ്റർമിനന്റ് ഓഫ് എ ഈസ് ഈക്വൽ ഡിറ്റർമിനന്റ് ഓഫ് എ ഡാഷ് എന്ന കൺസെപ്റ്റാണ് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ ചെയ്യും, അതുപോലെ ഇത് നിങ്ങൾ ചെയ്യണം. ഇനി അടുത്ത തേർഡും ഫോർത്തും പ്രോബ്ലം നിങ്ങൾ വീണ്ടും കുറിക്കുക. ഷോ ദാറ്റ് ഡിറ്റർമിനന്റ് സിമ്പൽ 1 1 1 എക്സ് വൈ ഇസഡ് എക്സ് ക്യൂബ് വൈ ക്യൂബ് ഇസഡ് ക്യൂബ്. ഒന്നിനെ പറയാം 1 1 1 എക്സ് വൈ ഇസഡ് എക്സ് ക്യൂബ് വൈ ക്യൂബ് ഇസഡ് ക്യൂബ് സമം എക്സ് മൈനസ് വൈ ഇൻറ്റു വൈ മൈനസ് ഇസഡ് ഇൻറ്റു ഇസഡ് മൈനസ് എക്സ്. ഇനി വീണ്ടും അടുത്ത ഫാക്ടർ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ്, എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ്. ഓക്കെ, അടുത്ത പ്രോബ്ലം ഷോ ദാറ്റ് ഡിറ്റർമിനന്റ് ഫസ്റ്റ് കോളമാണ് വരിക 1 1 1. ഫസ്റ്റ് കോളമാണ് 1 1 1. സെക്കൻഡ് കോളം എക്സ് വൈ ഇസഡ്, തേർഡ് എക്സ് ക്യൂ വൈ ക്യൂ ഇസഡ് ക്യൂ ഈക്വൽ ടു ഇതുപോലെ തന്നെ എക്സ് മൈനസ് വൈ ഇൻറ്റു വൈ മൈനസ് സെഡ് ഇൻറ്റു ഇസഡ് മൈനസ് എക്സ് ഇൻറ്റു എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ്. അപ്പോൾ ഇതിന് ചുവട് പിടിച്ച് തന്നെ 4 പ്രോബ്ലം, നേരത്തെ 4. അപ്പോൾ 4 4 8 പ്രോബ്ലങ്ങൾ പഠിച്ചു. അതിന് മുന്നേ 2 പ്രോബ്ലം, 8 2 10 പ്രോബ്ലം. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ ശരി, നോക്കിക്കോളൂ. ഞാൻ ഒന്നാമത്തെ പ്രോബ്ലം ചെയ്യുകയാണ്. ഒന്നാമത്തെ പ്രോബ്ലം ചെയ്യുന്ന പോലെ തന്നെയാണ് രണ്ടാമത്തത്, ബാക്കിയെല്ലാം അതുപോലെ തന്നെ. അപ്പോൾ ഇവിടെ അറിയേണ്ട ചെറിയൊരു കൺസെപ്റ്റ്,
ഒന്ന് സൈഡ് കുറിച്ചോളൂ. എ ക്യൂബ് മൈനസ് ബി ക്യൂബിൻ്റെ ഫാക്ടേഴ്സ് അറിയാം. ഒന്ന് കുറിച്ചോളൂ. എ ക്യൂബ് മൈനസ് ബി ക്യൂബ് സമം എ മൈനസ് ബി ഇൻറ്റു ഇതിൻ്റെ ഫാക്ടേഴ്സ് ആണ് എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ. ഒന്നുകൂടെ പറയാം. എ ക്യൂബ് മൈനസ് ബി ക്യൂബ് എന്ന് പറഞ്ഞാൽ എ മൈനസ് ബിക്ക് സ്മോൾ ബ്രാക്കറ്റ്, പിന്നെ ബ്രാക്കറ്റിനകത്ത് എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ എന്ന് കുറിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പ്രോബ്ലത്തിലേക്ക് കടക്കാം. എല്ലാവരും ശ്രദ്ധയോടെ നോക്കിയിരിക്കുക. നമ്മൾ എൽ എച്ച് എസ് എടുത്തു. വീണ്ടും നമ്മൾ നോക്കുമ്പോൾ കോമൺ എടുക്കാൻ ഇപ്പോഴൊന്നുമില്ല. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് റോയിലെ എല്ലാം 1 1 ആണ്. അപ്പോൾ മാക്സിമം സീറോസ് ആക്കണം. റോയിലെ എലമെൻറ്റുകൾ സീറോ ആക്കാൻ ശ്രമിക്കുമ്പോൾ കോളം ഓപ്പറേഷനാണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ സീറോ ആക്കേണ്ടത്. ഇതിൽ നിന്ന് കുറയ്ക്കും. അപ്പോൾ ഇതിൽ നിന്ന് കുറയ്ക്കുമ്പോൾ അത് ഇങ്ങനെ ചെയ്യുമ്പോൾ കോളമാണ്, ഇങ്ങനെ ചെയ്യുമ്പോഴാണ് റോ. അപ്പോൾ ഞാൻ എഴുതുന്നു. ഇതിന് ഇത് കുറയ്ക്കുമ്പോൾ ഇത് C2 ആണ്. C2 ഇംപ്ലൈസ് C2 മൈനസ് C1 ആൻഡ് ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുമ്പോൾ ഇത് C3 ആണ്. C3 ഇംപ്ലൈസ് C3 മൈനസ് C1. വീണ്ടും നമുക്ക് എഴുതാം. ഡിറ്റർമിനന്റ് ഫസ്റ്റ് കോളത്തിന് യാതൊരു ചേഞ്ചും ഇല്ല. C2നും C3ക്കും മാത്രം. സെക്കൻഡ് കോളത്തിനും തേർഡ് കോളത്തിനും മാത്രമാണ് നമ്മൾ ചേഞ്ച് പറഞ്ഞത്. അപ്പോൾ തേർഡ് കോളത്തിനും സെക്കൻഡ് കോളത്തിനും തേർഡ് കോളത്തിനും മാത്രമാണ് നമ്മൾ ചേഞ്ച് പറഞ്ഞത്. ഇവിടെ ഫസ്റ്റ് കോളം അതുപോലെ തന്നെ എഴുതാം. 1 എ ക്യൂബ്. സെക്കൻഡ് കോളത്തിന് വരെ ഇതിൽ നിന്ന് ഞാൻ ഫസ്റ്റ് കോളം കുറച്ചു. ഇതിൽ നിന്ന് ഞാൻ കുറയ്ക്കുമ്പോൾ 0. അടുത്ത ബി മൈനസ് എ, അടുത്ത ബി ക്യൂ മൈനസ് എ ക്യൂ. തേർഡ് കോളത്തിന് ഫസ്റ്റ് കോളം കുറച്ചു 0. അടുത്ത സി മൈനസ് എ, അടുത്ത സി ക്യൂ മൈനസ് എ ക്യൂ. വേണ്ട, മനസ്സിലായല്ലോ. ഇനി നമ്മൾ നേരത്തെ എഴുതിയ റിസൾട്ട് അല്ലേ, ആ ഫാക്ടേഴ്സ് അത് എഴുതുക. അപ്പോൾ വീണ്ടും ഡിറ്റർമിനന്റ് ഫസ്റ്റ് കോളം അതുപോലെ തന്നെ എഴുതി. സെക്കൻഡ് കോളത്തിൽ 0 ബി മൈനസ് എ, ബി ക്യൂ മൈനസ് എ ക്യൂവിന് വരും ബി മൈനസ് എ ഇൻറ്റു ബി സ്ക്വയർ പ്ലസ് ബി എ പ്ലസ് എ സ്ക്വയർ. കണ്ടോ. തേർഡ് കോളത്തിൽ വരും 0 സി മൈനസ് എ, അടുത്ത സി ക്യൂ മൈനസ് എ ക്യൂവിന് വരും സി മൈനസ് എ ഇൻറ്റു സി സ്ക്വയർ പ്ലസ് സി എ പ്ലസ് എ സ്ക്വയർ. ഡിറ്റർമിനന്റ് ക്ലോസ് ചെയ്തു. സംഗതി ഒന്നുമില്ല, നമ്മൾ പഠിച്ച റിസൾട്ട് തന്നെയാണ്. സി ക്യൂ മൈനസ് എ ക്യൂ, ബാക്കി എല്ലാം ഒരു ചേഞ്ചും ഇല്ല. സി ക്യൂ മൈനസ് എ ക്യൂവിന് വരും സി മൈനസ് എ ഇൻറ്റു സി സ്ക്വയർ പ്ലസ് സി എ പ്ലസ് എ സ്ക്വയർ. ബി ക്യൂ മൈനസ് എ ക്യൂവിന് വരും ബി മൈനസ് എ ഇൻറ്റു ബി സ്ക്വയർ പ്ലസ് ബി എ പ്ലസ് എ സ്ക്വയർ. ഇനി വീണ്ടും ശ്രദ്ധിക്കുക. നോക്കുക. അവിടെ സെക്കൻഡ് കോളത്തിൽ ബി മൈനസ് എ ഉണ്ട്, ഇവിടെ തേർഡ് കോളത്തിൽ സി മൈനസ് എ ഉണ്ട്. അപ്പോൾ ഞാൻ പറയുന്നു സെക്കൻഡ് കോളത്തിൽ നിന്ന് ബി മൈനസ് എയും തേർഡ് കോളത്തിൽ നിന്ന് സി മൈനസ് എയും പുറത്തെടുക്കും. അപ്പോൾ എഴുതുക ടേക്കിംഗ് ബി മൈനസ് എ ആൻഡ് സി മൈനസ് എ, ബി മൈനസ് എ ആൻഡ് സി മൈനസ് എ ഫ്രം C2 ആൻഡ് C3 റെസ്പെക്റ്റീവ്ലി. അപ്പോൾ ബി മൈനസ് എ കോമൺ എടുത്തു, അടുത്ത സി മൈനസ് എയും കോമൺ എടുത്തു. ഡിറ്റർമിനന്റ് ഫസ്റ്റ് കോളത്തിന് യാതൊരു ചേഞ്ചും ഇല്ല. സെക്കൻഡ് കോളത്തിൽ 0, കാര്യം ഇതിൽ നിന്നാണ് സെക്കൻഡ് കോളത്തിനാണ് ബി മൈനസ് എടുത്തത്. അപ്പോൾ ഇവിടെ ബി മൈനസ് ഉണ്ട്, ഇവിടെ ബി മൈനസ് ഉണ്ട്. ഓൾറെഡി 0ക്കകത്തുന്നുണ്ട് ബി മൈനസ് ഉണ്ട്. 0 ഇൻറ്റു ബി മൈനസ് എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ബി മൈനസ് എടുത്താലും പിന്നെ 0 ആണ്. അപ്പോൾ ഇനി ബാലൻസ് ഇവിടെ 1. അടുത്തത് ബി സ്ക്വയർ പ്ലസ് ബി എ പ്ലസ് എ സ്ക്വയർ. കണ്ടോ, ബി മൈനസ് എടുത്തു. അത് തേർഡ് കോളത്തിൽ നിന്ന് നമ്മൾ സി മൈനസ് എടുക്കുമ്പോൾ 0, പിന്നെ 1, അടുത്ത സി സ്ക്വയർ പ്ലസ് സി എ പ്ലസ് എ സ്ക്വയർ. ഇനി വേറെ ഒന്നും ചെയ്യാനില്ല. നമുക്ക് കോമൺ എടുക്കേണ്ട കോമൺ എടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ ഫസ്റ്റ് റോയിൽ മാക്സിമം 0 ഉണ്ട്. ഫസ്റ്റ് റോ വെച്ച് എക്സ്പാൻഡ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് റോ വെച്ച് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ബി മൈനസ് എ ഇൻറ്റു സി മൈനസ് എ ഇൻറ്റു 1. കണ്ട, ആ 1 ലൈസ് ചെയ്യുന്ന ഇങ്ങനെ ഈ റോയും ഈ കോളവും പോയി. ബാക്കി 1 ബി സ്ക്വയർ പ്ലസ് ബി എ പ്ലസ് എ സ്ക്വയർ. അടുത്ത 1 സി സ്ക്വയർ പ്ലസ് സി എ പ്ലസ് എ സ്ക്വയർ. മനസ്സിലായല്ലോ. ഇനി വീണ്ടും നമ്മൾ ഓർഡർ 2 ആണ്, അത് വെച്ച് എക്സ്പാൻഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ബി മൈനസ് എ അതുപോലെ എഴുതി, സി മൈനസ് എ അതുപോലെ എഴുതി. അപ്പോൾ പലർക്ക് സംശയം ഉണ്ടാവും, ഫസ്റ്റ് വെച്ച് എക്സ്പാൻഡ് ചെയ്യും ഇത് മാത്രമേ എടുത്തോളൂ, ഇനി ഇത് എടുക്കണ്ടേ. അത് രണ്ടും 0 ആയതുകൊണ്ട് ഞാൻ എഴുതുന്നില്ല. ഓക്കെ, അപ്പോൾ അടുത്തത് നോക്കിക്കോളൂ. ഇങ്ങനെ മൈനസ് ഇങ്ങനെ. അപ്പം സി സ്ക്വയർ പ്ലസ് സി എ പ്ലസ് എ സ്ക്വയർ മൈനസ് ഓഫ് ബി സ്ക്വയർ പ്ലസ് ബി എ പ്ലസ് എ സ്ക്വയർ. വീണ്ടും അടുത്ത സ്റ്റെപ്പിൽ ബി മൈനസ് എ മനസ്സിലായിക്കൊണ്ടേ, സി മൈനസ് എ സി സ്ക്വയർ പ്ലസ് സി എ പ്ലസ് എ സ്ക്വയർ മൈനസ് കൊണ്ട് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ മൈനസ് ബി സ്ക്വയർ മൈനസ് ബി എ മൈനസ് എ സ്ക്വയർ. കണ്ടോ. ഇനി നോക്ക്, ഈ പ്ലസ് എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ക്യാൻസൽ. ഇനിയാണ് സ്വല്പം ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. കാരണം ഈ സി സ്ക്വയറും ഈ മൈനസ് ബി സ്ക്വയർ ഇത് രണ്ടും ഒരു ഗ്രൂപ്പ് ആക്കുക, ഇത് രണ്ടും അടുത്ത ഗ്രൂപ്പ് ആക്കുക. ഗ്രൂപ്പ് ആരൊക്കെയാണ്? ഇവർ രണ്ടുപേരും ഒരു ഗ്രൂപ്പ്, ഇവർ രണ്ടുപേരും അടുത്ത ഗ്രൂപ്പ്. അപ്പോൾ ചെയ്ത് പഠിച്ചെങ്കിൽ മാത്രമേ മനസ്സിലാവും, അല്ലെങ്കിൽ നമ്മൾ ആകെ കൺഫ്യൂഷൻ ആയി പോകും. ചെയ്ത് പഠിച്ചോളാം. അപ്പോൾ നമുക്ക് വീണ്ടും ഇതിൻ്റെ ബാലൻസ് കുറിക്കുകയാണ്. ബാലൻസ്
ബി മൈനസ് എ, ബി മൈനസ് എ, അടുത്ത സി മൈനസ് എ കണ്ട. ഇനി നമ്മൾ ഗ്രൂപ്പ് ചെയ്യാണ്. സി സ്ക്വയർ മൈനസ് ബി സ്ക്വയർ പ്ലസ് കണ്ട, ഇത് രണ്ടും കൂടെ ഗ്രൂപ്പ് ചെയ്തു. ഇനി സി എ മൈനസ് ബി എ കണ്ട. വീണ്ടും നമ്മൾ നോക്കുക, ശ്രദ്ധിച്ചിരിക്കുക. ബി മൈനസ് എ, സി മൈനസ് എ പ്ലസ് ഇൻറ്റു സി സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, സി മൈനസ് ബി ഇൻറ്റു സി പ്ലസ് ബി. ഇനി പ്ലസ് ഈ രണ്ട് ടേബിൾ കോമൺ ആയിട്ട് എ ഉണ്ട്, എ പുറത്തെടുത്തു. അപ്പോൾ സി മൈനസ് ബി കണ്ട. ഇനി നോക്കിയാൽ ഇതാണ് ഫസ്റ്റ് ടേം, ഇത് സെക്കൻഡ് ടേം. ഈ രണ്ട് ടേബിൾ കോമൺ ആയിട്ട് ആരുണ്ട്? സി മൈനസ് ബി ഉണ്ട്. നമുക്ക് പറയാം ബി മൈനസ് എ, സി മൈനസ് എ, സി മൈനസ് ബി. ഇനി സി മൈനസ് ബി എടുത്ത ബാക്കി എന്തുണ്ട്? സി പ്ലസ് ബി പ്ലസ് എ. ഇത്രയേ ഉള്ളൂ. വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. ഒന്ന് ചിന്തിക്കേണ്ടത്, നമ്മുടെ ആൻസറിലേക്ക് നോക്കുമ്പോൾ, നമ്മൾ ഷോ ചെയ്യാനുള്ള റൈറ്റ് ആൻസറിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ബി മൈനസ് എ അല്ല വേണ്ടത്, എ മൈനസ് ബി ആണ്. അപ്പോൾ തിരിച്ചെഴുതുമ്പോൾ മൈനസ് ഓഫ് എ മൈനസ് ബി കണ്ട. സി മൈനസ് നമ്മുടെ ആൻസറിൽ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് അതൊന്നും ചെയ്യേണ്ട. ഇതെല്ലാം ഇൻറ്റു ആയതുകൊണ്ട് നമുക്ക് ഇത് എഴുതിയിട്ട് ഇത് തന്നെ എഴുതണമെന്ന് ഇത് എഴുതാം. ഫാക്ടേഴ്സ് അല്ലേ, എ ബി സി എന്നുള്ളത് എ സി ബി എന്നൊക്കെ നമുക്ക് എഴുതാം. അടുത്ത സി മൈനസ് ബി അല്ല നമുക്ക് വേണ്ടത്, ബി മൈനസ് സി ആണ്. അപ്പോൾ ഞാൻ എഴുതുന്നു മൈനസ് ഓഫ് ബി മൈനസ് സി കണ്ട. തിരിച്ചെഴുതുമ്പോൾ അങ്ങനെ വരും. ഇനി സി മൈനസ് എ നമുക്ക് വേണം, അതുകൊണ്ട് അതുപോലെ തന്നെ എഴുതി. ഇത് വേറെ ഒന്നും ചെയ്യണമെന്നില്ല. സി പ്ലസ് ബി പ്ലസ് എ എന്നാണ്. തിരിച്ചു നമുക്ക് പറയാം എ പ്ലസ് ബി പ്ലസ് സി. നമുക്ക് എ പ്ലസ് ബി പ്ലസ് സി. അടുത്ത സ്റ്റെപ്പിലാണ് നമുക്ക് കുഞ്ഞുങ്ങളെ ഈ മൈനസ് മൈനസ് എന്തായി മാറി? പ്ലസ് ആയി. അപ്പോൾ എ മൈനസ് ബി, ബി മൈനസ് സി, സി മൈനസ് എ ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് സി ഇവിടെ ആൻസറായി. ഇതുപോലെ ഇതേ സ്റ്റൈലിൽ തന്നെയാണ് രണ്ടാമത്തെ പ്രോബ്ലം. അപ്പോൾ നമ്മൾ 10 പ്രോബ്ലം പഠിച്ചു. ആ 10 പ്രോബ്ലം ഇതുപോലെ അപ്പോൾ ചെയ്ത് പഠിച്ചോണം. ഓക്കെ, ക്ലാസ് അവസാനിക്കുകയാണ്.